കലാവാദ്യത്തിൽ പഠിക്കാൻ വരുന്നവർ തുടക്കക്കാർക്ക് ഒരു പേടി ഉണ്ടാവും. ആരൊക്കെയാണ് പഠിപ്പിക്കുന്നത്, ആരൊക്കെയാണ് നമ്മുടെ ബാച്ച് മേറ്റ്സ്, അതൊക്കെ ഒരു 1-2 ക്ലാസ് കഴിയുമ്പോഴത്തേക്കന്നെ ഒരു ഫാമിലിയെ പോലെ ശരിക്കും അവരൊരു കുടുംബം പോലെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായി മാറും. അത് ആശാന്മാരായാലും പിള്ളേരായാലും. അതിന് ചെറിയ പിള്ളേർ തൊട്ടിട്ട് വലിയ ചേട്ടന്മാർ വരെ പഠിക്കുന്നുണ്ട്. റിട്ടയർഡ് ആയവർ പോലും പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അപ്പോൾ ആരെയും ഒരു വേർതിരിവില്ലാതെ അങ്ങനെ ഒരു മാറ്റി അതേ നിർത്തില്ല. പുതിയ ബാച്ചായാലും പഴയ സീനിയർ ബാച്ചായാലും എല്ലാവരും ഒരുമിച്ചാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൂകാംബിക അരങ്ങേറ്റുണ്ടായിരുന്നു. ഇപ്പോൾ രാജേഷ് ആശാന്തി ഇവർ പഠിപ്പിച്ച കുറുമ്പുഴെല്ലാം അരങ്ങേറ്റം നിലത്താളത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ ബസ് ബുക്ക് ചെയ്തിട്ടാണ് പോകുക. അപ്പോൾ ബസ്സിനകത്ത് പിള്ളേരടക്കം, അപ്പോൾ അവരുടെ ഫാമിലി ഉണ്ടാവും. കലാവാദ്യം ഫാമിലി എന്ന് പറഞ്ഞാൽ ആ പിള്ളേരും അവരുടെ ഫാമിലി കൂടി എല്ലാം ചേർന്നിട്ടുള്ളൊരു ഹ്യൂജ് ടീമാണ്. അച്ഛനമ്മമാർ, അനിയത്തിമാരുണ്ടാവും, ചിലപ്പോൾ ഏട്ടന്മാരുണ്ടാവും. എല്ലാവരും കൂടി ഒരുമിച്ച് പാട്ടൊക്കെ പാടി ഒരു ഉല്ലാസയാത്ര പോലെ. അത് നമുക്കതൊരു എന്താ പറയുക, അപ്പോൾ ആ സമയത്തൊരു അധ്യാപകൻ വിദ്യാർത്ഥി എന്നുള്ളതിനപ്പുറം ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലാണ് പോവുക. പക്ഷെ പഠിക്കേണ്ട സമയത്ത് പഠനത്തിൻ്റെ രീതിയിൽ പോവുക. ബ്രേക്ക് ആണെങ്കിൽ ബ്രേക്കിൻ്റെ സമയത്ത് ഫ്രണ്ട്ലി ആയിട്ടിരിക്കുക. അപ്പോൾ അത് പഠിക്കാൻ വരുന്നവരും അതുപോലെ ചെയ്യുന്നുണ്ട്. പഠിപ്പിക്കുമ്പോഴും അവർ അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമാണ് നമ്മൾ കാണുമ്പോൾ.